റിപ്പബ്ലിക് ദിനത്തിൽ അക്ഷരാർത്ഥത്തിൽ കർഷകരുടെ റിപ്പബ്ലിക്കായി മാറിയിരിക്കുകയാണ് രാജ്യ തലസ്ഥാനം. കർഷക റാലിയിൽ ഇളകി മറിയുകയാണ് ദില്ലി. അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ ഷാജഹാൻപൂരിൽ ട്രാക്ടർ റാലി നടക്കുന്നു. കിസാൻ സഭ അധ്യക്ഷൻ അശോക് ദാവ്ളെ, ജോയിന്റ് സെക്രട്ടറി വിജു കൃഷ്ണൻ, കെ രാഗേഷ് എം പി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഷാജഹാൻപൂരിൽ മാർച്ച് നടക്കുന്നത്. വിവരങ്ങളുമായി അശ്വിൻ ഷാജഹാൻപൂരിൽ നിന്നും ചേർന്നു. അശ്വിൻ, ദില്ലിയിലേക്ക് വിവിധ മേഖലകളിൽ നിന്ന് കർഷകർ ഒഴുകുകയാണ്. ഷാജഹാൻപൂരിൽ അവർക്ക് പിന്തുണയുമായി കിസാൻ സഭയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നുള്ള ആളുകളും സമരവുമായി രംഗത്ത് നിൽക്കുകയാണ്. എന്താണ് ഇപ്പോൾ ഷാജഹാൻപൂരിൽ കാണാൻ കഴിയുന്നത്? അതിർത്തികളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ സമാധാനപരമാണ് ഷാജഹാൻപൂരിലെ ട്രാക്ടർ റാലി. യാതൊരുവിധ പ്രകോപനവും പോലീസിന്റെ ഭാഗത്തു നിന്നും മറിച്ച് കർഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ സമാധാനപരമായി ആദ്യം നിർദ്ദേശിച്ച റൂട്ടിൽ തന്നെ പുരോഗമിക്കുകയാണ്. ഷാജഹാൻപൂർ, പിന്നെ ബവേൽ, പിന്നെ വീണ്ടും തിരിച്ച് ഷാജഹാൻപൂരിൽ എത്തുന്ന റൂട്ടാണ്. ആ റൂട്ട് അതേപോലെ തന്നെ ഫോളോ ചെയ്യുകയാണ് ഇപ്പോൾ കർഷകർ. യാതൊരുവിധ വ്യതിയാനങ്ങളും സംഭവിച്ചിട്ടില്ല. മറ്റ് അതിർത്തികളിൽ നിന്ന് വ്യത്യസ്തമായി നാട്ടിൽ ഉള്ള സഖാക്കൾ പങ്കെടുക്കുന്ന, ശക്തമായ രീതിയിൽ പങ്കെടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഷാജഹാൻപൂർ. അവരുടെ കൂടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. രാജ്യസഭാ എം പി നമ്മുടെ കെ രാഗേഷ്, അതുപോലെ അശോക് ദാവ്ളെ, പ്രസിഡന്റ് AKS, വിജു കൃഷ്ണൻ, ഓൾ ഇന്ത്യ ജോയിന്റ് സെക്രട്ടറി, അങ്ങനെ എല്ലാ കർഷക നേതാക്കളും ഇവിടെ ഉണ്ട്. ശക്തമായ രീതിയിൽ, വളരെ സമാധാനമായ രീതിയിലാണ് ഇപ്പോൾ സമരങ്ങൾ നടക്കുന്നത്. SFI നേതാക്കളായ മയൂർ, DP സാനു, നിതീഷ് നാരായൺ എന്നിവരെ എല്ലാ ആൾക്കാരും ഇപ്പോൾ കർഷക സമരത്തിൽ ആക്റ്റീവായി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. മനു. ശരി, അശ്വിനാണ് ഷാജഹാൻപൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ദില്ലിയിലേക്കുള്ള വിവരങ്ങൾ തന്നെയാണ്. കാരണം ദില്ലി അക്ഷരാർത്ഥത്തിൽ കർഷകരുടെ റിപ്പബ്ലിക്കായി മാറിയിരിക്കുകയാണ്. ഈ സമയം ഏകദേശം 4 ലക്ഷത്തോളം കർഷകരാണ് അതിർത്തിയിൽ പോലീസ് സ്ഥാപിച്ച എല്ലാ തടസ്സങ്ങളെയും മറികടന്നുകൊണ്ട് ദില്ലിയിലേക്ക്, രാജ്പഥിലേക്ക് ട്രാക്ടറുകളുമായി മുന്നേറുന്നത്. ഒപ്പം തന്നെ അവർക്ക് പിന്തുണയുമായി കർഷകരുടെ പദയാത്രയും ഈ ട്രാക്ടർ റാലിക്ക് ഒരുപക്ഷെ ലോകം കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയൊരു സമര രീതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഒരുപക്ഷെ ഇത്തരത്തിലൊരു സമരമുറ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഐതിഹാസികമായ സമരം നമുക്ക് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുകൂടി പറഞ്ഞു വെക്കേണ്ടി വരും. കാരണം അത്രമാത്രം മഹത്തരമായിട്ടുള്ളൊരു ദൃശ്യങ്ങളാണ് നമുക്ക് ദില്ലിയിൽ നിന്നും കാണാൻ വേണ്ടി കഴിഞ്ഞത്. സിംഘുവിലും ഗാസിപ്പൂരിലും തിക്രിയിലുമൊക്കെ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകളും അവരുടെ കണ്ണീർവാതക പ്രയോഗങ്ങളും ലാത്തി ചാർജിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഈ കർഷകർ, ലക്ഷക്കണക്കിന് കർഷകർ ദില്ലിയിലേക്ക് മാർച്ച് ചെയ്യുന്നത്. വിഷ്ണു ദില്ലിയിൽ നിന്നും ചേരുന്നു. വിഷ്ണു, ലക്ഷക്കണക്കിന് കർഷകരാണ്, ആയിരങ്ങളും പതിനായിരങ്ങളും ഒക്കെ കടന്ന് ഏകദേശം 4 ലക്ഷത്തോളം കർഷകർ ദില്ലിയിലേക്ക് മാർച്ച് ചെയ്യുന്നുവെന്നാണ് ഈ നിമിഷം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അക്ഷരാർത്ഥത്തിൽ കർഷകരുടെ മാർച്ചിൽ ഇളകി മറിയുകയാണ് രാജ്യ തലസ്ഥാനം. വിഷ്ണു, എന്താണ് അവിടെ കാണാൻ കഴിയുന്നത്? ഒരുപാട് അതിക്രമങ്ങളെയൊക്കെ മറികടന്നുകൊണ്ടാണ് കർഷകരുടെ മുന്നേറ്റം. തീർച്ചയായിട്ടും മനു, ഏറ്റവും വലിയ ചരിത്ര സമരത്തിന് തന്നെയാണ് ഇപ്പോൾ രാജ്യ തലസ്ഥാനം സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രമാത്രം കർഷകരൊക്കെ തന്നെ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം. ഇവർ സിംഘു അതിർത്തിയിൽ നിന്നും മാത്രം വരുന്ന കർഷകരാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. സിംഘു അതിർത്തിയിൽ നിന്നും രാവിലെ 8 മണിയോടെ മാർച്ച്, ട്രാക്ടർ റാലി ആരംഭിച്ച കർഷകർ, അവർ തുടക്കത്തിൽ അവരെ പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞിരുന്നു. അവർ ഈ റിംഗ് റോഡിലേക്ക് പോകണമെന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചെങ്കിലും അത് അംഗീകരിക്കാൻ കഴിയാതെ പോലീസ് അവരെ തടഞ്ഞിരുന്നു. പക്ഷേ അവിടെ ആ ബാരിക്കേഡുകളൊക്കെ മറികടന്നത് കൊണ്ട് തന്നെയാണ് കർഷകർ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ISBTയിലേക്കാണ് കർഷകരൊക്കെ തന്നെ അവരുടെ മാർച്ച് എത്തി നിൽക്കുന്നത്. ഇവിടെ വീണ്ടും ഒരു ബാരിക്കേഡ് കൂടിയുണ്ട്. ഇവിടെ പോലീസ് ഈ ഭാഗത്തും ബാരിക്കേഡ് സ്ഥാപിച്ചിട്ടുണ്ട്. കാരണം ഈ ISBTയിൽ നിന്ന് നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ രാജ്ഘട്ടിലേക്ക് എത്താൻ കഴിയും. രാജ്ഘട്ടിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ കർഷകരുടെ ചരിത്ര സമരം. ശരി വിഷ്ണു, ഈ തിരക്കിനിടയിൽ അവിടെ നമ്മുടെ സംവിധാനങ്ങൾ, എനിക്ക് മനസ്സിലാകുന്നു ഈ അവിടെ നിന്ന് ലൈവ് നൽകാനുള്ള ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങൾ, എങ്കിൽ പോലും ചരിത്രപരമായ ഒരു സമരം തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായ ബുദ്ധിമുട്ടുകൾ സഹിച്ചും നമുക്ക് ആ ദൃശ്യങ്ങൾക്കൊപ്പം കർഷകർക്കൊപ്പം നിൽക്കേണ്ട സാഹചര്യം കൂടിയുണ്ട്. വിഷ്ണുവിലേക്ക് ഞാൻ എത്താമെന്ന് പ്രതീക്ഷിക്കുന്നു അല്പസമയത്തിനകം തന്നെ. ഏതായാലും ഇപ്പോൾ വിഷ്ണു പറഞ്ഞതുപോലെ സിംഘുവിൽ നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സിംഘുവിൽ മാത്രം ഇത്രയധികം കർഷകർ, എല്ലാ റോഡുകളും പാതകളും ഒക്കെ കൈയടക്കിക്കൊണ്ട് കർഷകരുടെ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നു. കർഷകരെ അടിച്ചമർത്താനുള്ള പോലീസിന്റെ ഒക്കെ ശ്രമങ്ങൾ നേരത്തെ കണ്ടതാണ്. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് കണ്ണീർ വാതക പ്രയോഗങ്ങളും ലാത്തി ചാർജുകളും മർദ്ദനമുറകളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് മറികടന്നുകൊണ്ട് കർഷകർ ദില്ലിയിലേക്ക് നീങ്ങുന്നു. ഒരുപക്ഷെ
രാജ്ഘട്ടിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നു. സിംഘുവിൽ നിന്ന് പോകുന്ന കർഷകർ, മറുവശത്ത് രാജ്പഥിലേക്ക് മറ്റു മേഖലകളിൽ നിന്നുള്ള കർഷകർ എത്താനുള്ള, അവരുടെ ട്രാക്ടർ റാലി എത്താനുള്ള സാധ്യത കാണുന്നു. ഇനിയും ബാരിക്കേഡുകളും തടസ്സങ്ങളും അവർക്ക് മുൻപിലുണ്ട്. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നത്, കൂട്ടായ്മയുടെ കാര്യത്തിൽ മുന്നോട്ട് പോകുന്നത്, ഒരു പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ ഭരണകൂട സംവിധാനങ്ങൾ അവരെ അടിച്ചമർത്താനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു പോകുന്നതും ഈ നിമിഷങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. കർഷകരുടെ ആ മഹാശക്തിക്ക് മുൻപിൽ രാജ്യം ഒന്നടങ്കം അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നു. ആ ഒരു കാഴ്ചയാണ് ഈ റിപ്പബ്ലിക് ദിനത്തിൽ. കർഷകരുടെ റിപ്പബ്ലിക്കായി മാറി ദില്ലി എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല. ആ രീതിയിലുള്ള ഒരു സമര രീതി തന്നെയായിരുന്നു നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. രാവിലെ 8 മണിയോടുകൂടി തന്നെ കർഷകരുടെ ട്രാക്ടർ റാലിക്ക് ദില്ലിയിൽ തുടക്കമായി. വിഷ്ണു, കേൾക്കാമോ? ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ കർഷകർ ഐതിഹാസിക സമരം തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ കർഷകർ മൂന്നാമത്തെ ബാരിക്കേഡാണ് ഇപ്പോൾ ഇവിടെ നിന്ന് റോഡിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാത തന്നെയാണ് ISBT എന്ന് പറയും. ഈ ഇപ്പോൾ കർഷകർ നിൽക്കുന്ന സ്ഥലത്തെ ISBTയിൽ നിന്നും നേരെ പോയി കഴിഞ്ഞാൽ അവർ എത്തുക രാജ്ഘട്ടിലേക്കാണ്. അപ്പോൾ ഈ ബാരിക്കേഡ് മാറ്റിക്കൊണ്ട് കർഷകർ ഇപ്പോൾ മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്നുണ്ട്. നമുക്ക് കാണാൻ കഴിയുന്ന ദൃശ്യത്തിൽ കാണാൻ കഴിയുന്ന ആ പാലത്തിൻ്റെ മുകളിൽ വരെ കർഷകർ മുന്നോട്ടേക്ക് കർഷകരുടെ റാലി എത്തിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ നിൽക്കുന്നതിൻ്റെ പിറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പോലും നമുക്ക് കർഷകർ വരുന്നത് കാണാൻ കഴിയും. 1ഉം 2ഉം എന്നൊന്നും പറയാൻ കഴിയില്ല. ലക്ഷക്കണക്കിന് കർഷകർ തന്നെയാണ് ഈ ഐതിഹാസിക സമരത്തിൽ പങ്കെടുക്കുന്നത്. ഏകദേശം 5 ലക്ഷത്തോളം കർഷകർ സമരത്തിൽ പങ്കെടുക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യമാണ് അതിർത്തിയിൽ നിന്നും ബാരിക്കേഡുകൾ കേന്ദ്ര സർക്കാരും പോലീസും എല്ലാം തീർത്ത എല്ലാ പ്രതിസന്ധികളും അല്ലെങ്കിൽ അവരുടെ എല്ലാ ക്രമീകരണങ്ങളും മറികടന്നുകൊണ്ട് സമരവുമായി ദില്ലിക്ക് അകത്തേക്ക് പ്രവേശിച്ച കർഷകർ രാജ്യതലത്തിലേക്ക് സമര ചരിത്രം തന്നെയാണ് കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ച് ഇവർ പറയുന്നത് 3 നിയമങ്ങളും പിൻവലിക്കുക, 3 നിയമങ്ങളും പിൻവലിക്കാതെ സമരം അവസാനിപ്പിക്കുകയില്ല എന്ന ഉറച്ച നിലപാട് തന്നെയാണ്. നിരവധി കർഷകർ, കുട്ടികൾ പോലും സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നിരവധി കുട്ടികളും സ്ത്രീകളും പ്രായമായിട്ടുള്ള നിരവധി ആളുകൾ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രായമായിട്ടുള്ള നിരവധി ആളുകൾ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പമാണ് ഇന്ന് രാവിലെ പല മേഖലകളിലും വലിയ തോതിൽ സംഘർഷമുണ്ടായിരുന്നു. അത് കർണൽ ബൈപ്പാസിലാണ് ഏറ്റവും വലിയൊരു സംഘർഷമുണ്ടായത്. കർണൽ ബൈപ്പാസിന് പുറമെ ഗാസിപ്പൂരിലും ടിക്രിയിലും സംഘർഷമുണ്ടായി. ആദ്യ സംഘർഷമുണ്ടായത് ടിക്രിയിലാണ്. ടിക്രിയിൽ ഈ കർഷകർ അവരുടെ മാർച്ച് ആരംഭിക്കുമ്പോൾ തന്നെ പോലീസ് തടയുന്നു. ബാരിക്കേഡ് മാറ്റാൻ തയ്യാറാകാത്ത സാഹചര്യമുണ്ടായിരുന്നു. അത് രാവിലെ 8 മണിയോട് കൂടിയാണ് ഈ മാർച്ചുകളൊക്കെ തന്നെ ആരംഭിച്ചത്. നൽകിയിരുന്നു. പോലീസ് നിശ്ചയിച്ച ഒരു റൂട്ടും ഉണ്ടായിരുന്നു. പക്ഷേ പോലീസിന്റെ ഇത്തരം നിർദ്ദേശങ്ങൾ, പോലീസിന്റെ സമയവും പോലീസിന്റെ റൂട്ടും എല്ലാം മറികടന്നുകൊണ്ട് തന്നെയാണ് കർഷകർ ഇപ്പോൾ രാജ്യ തലസ്ഥാനത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അതിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ കുട്ടികളും സ്ത്രീകളും അതോടൊപ്പം തന്നെ പ്രായമായ എല്ലാവരും തന്നെ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ നയിക്കുന്ന സമരമാണ്. ഓരോ സംഘർഷം ഉണ്ടാകുമ്പോൾ പോലും കർഷകരുടെ ഐക്യത്തിന് മുന്നിൽ പോലീസിന് സൈനിക വിഭാഗങ്ങൾക്കും ഒക്കെ പിന്മാറേണ്ട സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കർണൽ ബൈപ്പാസിലാണെങ്കിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും തുരുതുരയായിട്ട് ഇത്തരത്തിൽ ടിയർ ഗ്യാസുകൾ പ്രയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ 1 റൗണ്ട് ടിയർ ഗ്യാസ് പ്രയോഗിക്കുക, പിന്നെ 2ഓ 3ഓ റൗണ്ട് പ്രയോഗിക്കുക എന്ന രീതിയാണെങ്കിൽ ഇവിടെ അത്തരം രീതികൾക്ക് മാറ്റിക്കൊണ്ട് എല്ലാ ഭാഗത്തു നിന്നും കർഷകർക്ക് നേരെ ടിയർ ഗ്യാസുകൾ പ്രയോഗിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഗ്രനേഡുകൾ പ്രയോഗിക്കുന്നു. പക്ഷേ മുന്നിലൊന്നും തന്നെ പതറാതെയാണ് കർഷകർ ശക്തമായി തന്നെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ കിലോമീറ്ററുകളോളം കർഷകർ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. ഇവിടെ കാണുന്നതിന് നിരവധി കിലോമീറ്ററുകൾ പുറകിലേക്ക് കർഷകരുണ്ട്. ഇവരെല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ രാജ്യ തലസ്ഥാനത്തിലേക്ക് ഒരു മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനു, തീർച്ചയായും വിഷ്ണു, ഈ രാജ്പഥിലെ ഇതിപ്പോൾ നമുക്ക് വിഷ്ണു അവിടെ നിന്ന് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ സിംഘുവിൽ നിന്ന് ഒരു പക്ഷേ രാജ്ഘട്ടിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. മറ്റു മേഖലകളിൽ നിന്നൊക്കെ, ഗാസിപ്പൂരിലടക്കമുള്ള മറ്റു പ്രദേശങ്ങളിൽ നിന്നൊക്കെ രാജ്പഥിലേക്ക് അടക്കം ഈ ട്രാക്ടർ റാലി പ്രവേശിക്കാനുള്ള ഒരു ലക്ഷ്യം കർഷകർക്കുണ്ടോ? അങ്ങനെയാണോ കാണേണ്ടത്? ഈ 3 പ്രഖ്യാപിത അതിർത്തികൾക്കപ്പുറം മറ്റു മേഖലകളിൽ നിന്നൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തുകയാണോ ഈ കർഷക റാലിയിലേക്ക്, ട്രാക്ടർ റാലിയിലേക്ക്?
വിഷ്ണു. തീർച്ചയായിട്ടും മനു, ലക്ഷക്കണക്കിന് ആളുകൾ തന്നെയാണ് ട്രാക്ടർ റാലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. മനു, അത് തന്നെയാണ്, ലക്ഷക്കണക്കിന് ആളുകൾ ട്രാക്ടർ റാലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചത് സിംഗുവിൽ നിന്ന് തുടങ്ങിയ ട്രാക്ടർ റാലിയാണ്. സിംഗുവിൽ നിന്ന് മാത്രമുള്ള കർഷകരുടെ ഒരു റാലിയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് മറ്റ് രണ്ട് അതിർത്തികളിൽ നിന്നും, അതായത് ഗാസിപ്പൂരിൽ നിന്നും ടിക്രിയിൽ നിന്നും നടക്കുന്ന മാർച്ചുകളിലും ഇതുപോലെ തന്നെയാണ് ആളുകൾ, കർഷകരൊക്കെ തന്നെ പങ്കെടുക്കുന്നത്. ഇപ്പോൾ ഗാസിപ്പൂരിൽ നിന്ന് ആരംഭിച്ച റാലി ഇപ്പോൾ വീണ്ടും തിരിച്ച് നേരത്തെ തന്നെ റൂട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നമുക്കിപ്പോൾ ദൃശ്യത്തിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മാർച്ച് വരുമ്പോൾ അതിനെ തൊഴുകൈയോടെ, കാരണം കർഷകർ നമുക്ക് അന്നം തരുന്നവരാണ്, ഈ തൊഴുകൈയോടെ മാർച്ചിനെ നോക്കിക്കാണുന്ന, സ്വീകരിക്കുന്ന നിരവധി പേരെ നമുക്ക് വഴിയരികിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതുതന്നെയായിരിക്കും കർഷക സമരത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് പോലും. കാരണം നമുക്ക് അന്നം തരുന്നവരാണ്, അന്നം തരുന്നവരുടെ ആവശ്യത്തെ എങ്ങനെയാണ് തള്ളിക്കളയാൻ കഴിയുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ചോദ്യം. നിരവധി ആളുകൾ ഇത്തരത്തിൽ തൊഴുകൈകളോടെ കർഷക മാർച്ചിനെ അഭിസംബോധന ചെയ്യുന്നു. കർഷകർക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ 61 ദിവസമായി കർഷക സമരം കണ്ടുകൊണ്ടിരിക്കുന്നു. ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളിലൊന്ന്, ഏറ്റവും ആവേശം ജനിപ്പിക്കുന്ന ദൃശ്യങ്ങളിലൊന്ന് അവരെ തൊഴുകൈയോടെ സ്വീകരിക്കുകയാണ്. നമുക്ക് പേരോ ഊരോ ഒന്നും അറിയില്ല, ഒരാൾ അവരെ തൊഴുകൈയോടെ സ്വീകരിക്കുന്നു. നിരവധി ആളുകൾ. ഒരുപക്ഷെ ഈ കർഷകരുടെ സമരം ജനങ്ങൾ അവരുടെ ഹൃദയത്തിലേക്ക് ഏത് രീതിയിൽ ഏറ്റുവാങ്ങി എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് കാണാൻ കഴിയില്ല വിഷ്ണു. തീർച്ചയായിട്ടും മനു, അത് തന്നെയാണ് കർഷകരുടെ സമരം ജനങ്ങളും ഈ രാജ്യം ഒന്നടങ്കം ഏറ്റെടുത്തു എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കർഷകർ അതിർത്തികൾ ഉപരോധിച്ചുകൊണ്ടുള്ള സമരം തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ 62ാമത്തെ ദിവസമാണ്. ഈ 62ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഇതുവരെ 150-ലേറെ കർഷകർക്ക് ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യമുണ്ട്. ആ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തെ പോലും ഒന്ന് അപലപിക്കാൻ ഈ രാജ്യത്തെ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല എന്നതാണ് ഒരു വസ്തുത. കർഷകർ പോലും അത് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. എന്ത് നടന്നാലും ഉടനെ പ്രതികരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് 150ഓളം അല്ലെങ്കിൽ 150-ലധികം കർഷകർ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടത് പോലും ഒന്ന് തിരിഞ്ഞു പോലും നോക്കാൻ തയ്യാറാകാത്തത് എന്നൊരു ചോദ്യം കർഷകർ ഉയർത്തുന്നുണ്ട്. ഇവരുടെ ജീവൻ നഷ്ടപ്പെടുന്നത് എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിൽ തുടരുന്ന അതിശൈത്യമാണ്. ഈ തണുപ്പിനെയൊക്കെ അതിജീവിക്കാൻ കഴിയാതെയാണ് ഭൂരിഭാഗം കർഷകർക്കും ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യം പോലും ഉണ്ടായത്. എന്നിട്ടും അതിനെ ഒന്ന് അഭിസംബോധന ചെയ്യാൻ പോലും പ്രധാനമന്ത്രി തയ്യാറാകുന്നില്ല എന്ന് പറയുന്നിടത്താണ് കർഷകർ അവരുടെ ഒരു പ്രതിഷേധം ഏറ്റവും ശക്തമാക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം പോലും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശമുണ്ട്. ഇപ്പോൾ ഒരു സമിതി രൂപീകരിച്ചുകൊണ്ട് സമിതി കാർഷിക നിയമങ്ങൾ പഠിക്കുന്നതുവരെ കാർഷിക നിയമങ്ങൾ നടപ്പിലാക്കുന്നത് നിർത്തിവെക്കാമെന്ന്. പക്ഷേ ഇത്തരമൊരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുമ്പോഴും കർഷക സംഘടനകൾ അതിന് കൃത്യമായി മറുപടി നൽകിയത് ഇത്തരത്തിൽ 150-ലേറെ പേരുടെ ജീവത്യാഗം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ജീവത്യാഗത്തിന് ഫലമുണ്ടാകണം. ആ ഫലമുണ്ടാകുന്നത് വരെ സമരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. അതിനെ തുടർന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രാജ്യം തന്നെ അല്ലെങ്കിൽ ലോകം തന്നെ നോക്കിക്കാണുന്ന ഏറ്റവും വലിയ കർഷക സമരം. ഒരു പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു കർഷക സമരം എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയും. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന 1988 അത് അന്നത്തെ കോൺഗ്രസ് സർക്കാരിനെതിരെ ഉണ്ടായിരുന്ന ഒരു കർഷക സമരമുണ്ടായിരുന്നു. അന്ന് പക്ഷേ ഇത്രത്തോളം കർഷകർ പങ്കെടുത്തിരുന്നില്ല എന്നതാണ് വസ്തുത. ചരിത്രം അന്നത്തെ സമരത്തെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സമരമായിട്ട് തന്നെ, പ്രക്ഷോഭമായിട്ട് ഇതിനെ നമുക്ക് കാണേണ്ടി വരും. സമീപകാലത്ത് ലോകം കണ്ട പ്രക്ഷോഭങ്ങളിൽ ഒന്നായും കാണേണ്ടി വരും. ഒരുപക്ഷെ ഒരിക്കലും ഭരണകൂടം പ്രതീക്ഷിച്ച് കാണില്ല കർഷകരുടെ ഇത്തരത്തിലുള്ള ഒരു മുന്നേറ്റം. ഒരു അക്രമങ്ങളുമില്ല, ഒരു കലാപങ്ങളുമില്ല. വളരെ ശാന്തമായി സമാധാനമായി അവർ ദില്ലിയിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. ആ നിശ്ചയദാർഢ്യവും ഐക്യവും വിറകൊള്ളിക്കുകയാണോ ദില്ലിയിൽ കേന്ദ്ര ഭരണകൂടത്തെ വിഷ്ണു? തീർച്ചയായിട്ടും മനോ, അത് തന്നെയാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത്. കർഷകർ ഇത്രത്തോളം വലിയ സമരം നയിക്കുമ്പോൾ പോലും ഒരു തലത്തിലുള്ള അക്രമവും കർഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ് ഒരു വസ്തുത. ഇന്ന് പോലും ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും
ഒരു പോലീസുകാരൻ്റെ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ്റെ നേരെ പോലും കർഷകർ അക്രമം അഴിച്ചുവിടുന്നില്ല, ഒരു ഉദ്യോഗസ്ഥനെ പോലും കർഷകർ മർദ്ദിക്കുന്നില്ല എന്നതാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. ഈ സമരം നടക്കുമ്പോൾ പോലും ബാരിക്കേഡുകൾ വെച്ച് കർഷകരെ തടയുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും ഭക്ഷണം നൽകുന്നതും ഈ സമരത്തിലിരിക്കുന്ന കർഷകർ തന്നെയാണ്. ഇവിടെയാണ് കർഷകരുടെ സമരം ഏറ്റവും കൂടുതൽ വിജയിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സമരം എടുത്തു നോക്കിയാൽ തന്നെ രാവിലെ 8 മണിയോടെ ആരംഭിച്ചതാണ് ഈ ഒരു മാർച്ച്. ആ മാർച്ച് ഇത്രത്തോളം മണിക്കൂറുകൾ പിന്നിടുമ്പോഴും കർഷകർ എത്തരത്തിലാണോ തുടങ്ങിയത് അതേ ആവശ്യത്തിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. പല അതായത് ഈ മറ്റ് അതിർത്തികളിൽ നിന്നും, അതായത് ഗാസിപൂർ, തിക്രി മേഖലകളിൽ നിന്ന് വരുന്നവരൊക്കെ ഇപ്പോൾ ഈ ഭാഗത്തോട് തന്നെയാണോ നഗരത്തിലേക്ക്, ദില്ലിയിലേക്ക് വരിക, അതോ മറ്റ് സ്ഥലങ്ങളിലൂടെയാണോ അവർ ദില്ലിയിലേക്ക് പ്രവേശിക്കുന്നത്? അതെങ്ങനെയാണ്? മനു, അത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ സിംഗുവിൽ നിന്ന് കർഷകർ ദില്ലിക്കകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന റോഡിൽ നിന്ന് നമ്മൾ നേരത്തെ രാജ്ഘട്ടിലേക്ക് പോകുമ്പോൾ തന്നെ രാജ്പഥിലേക്ക് പോകാം, അല്ലെങ്കിൽ റിംഗ് റോഡിലൂടെ തിരിച്ച് സിംഗു അതിർത്തിയിലേക്ക് പോകാം. ഈ രണ്ടിൽ ഒരു നിർദ്ദേശം കർഷകർ നടപ്പാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് ഗാസിപൂരിൽ നിന്നും ടിക്രിയിൽ നിന്നും മാർച്ച് ആരംഭിച്ചിട്ടുള്ള കർഷകർ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ആ കർഷകരും റിംഗ് റോഡിലേക്ക് എത്തുന്നു എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഗാസിപൂരിൽ നിന്ന് റാലി തുടങ്ങിയ കർഷകർ ഇപ്പോൾ ഏകദേശം റിംഗ് റോഡിലേക്കുള്ള വഴിയിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാജ്ഘട്ടിലേക്കുള്ള വഴി ഒഴിവാക്കിക്കൊണ്ട് ഗാസിപൂരിൽ നിന്നുള്ള കർഷകർ റിംഗ് റോഡിലേക്ക് എത്തുകയും റിംഗ് റോഡിൽ നിന്ന് തിരിച്ച് ഗാസിപൂരിലേക്ക് പോകാനുമുള്ള ഒരു തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. അത് നേരത്തെ തന്നെ ചാർട്ട് ചെയ്ത പ്രകാരമുള്ള തീരുമാനമാണ് ഇപ്പോൾ ഗാസിപൂരിൽ നിന്ന് തുടങ്ങിയ റാലിയിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇനി അല്പസമയത്തിനകം തന്നെയായിരിക്കും ടിക്രിയിൽ നിന്നുള്ള റാലി ഏത് വഴിയിലേക്ക് തിരിയും എന്ന് നമുക്ക് പറയാൻ കഴിയുക. ഇപ്പോൾ സിംഗുവിൽ നിന്നുള്ള റാലിയും ഇതുപോലെ തന്നെ ഗാസിപൂരിൽ നിന്ന് ഉള്ള റാലി ഏത് വിധമാണോ പോകുന്നത് അതുപോലെ തന്നെ റിംഗ് റോഡിലേക്ക് പോകാനുള്ള ഒരു തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. ഇവർ റിംഗ് റോഡിലേക്ക് പോവുകയും അവിടെ നിന്ന് തിരിച്ച് ദൗലക്കുവ വഴി ആ റിംഗ് റോഡിലൂടെ എത്തിക്കൊണ്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ച് സിംഗുവിലേക്ക് തന്നെ എത്താനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ കർഷകർ കൈക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും വിഷ്ണു, ഞാൻ വിഷ്ണുവിലേക്ക് ഉടൻ തന്നെ വരാം. എനിക്ക് അശ്വിനിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഷാജഹാൻപൂരിൽ നിന്ന് അശ്വിൻ കൂടി ചേരുന്നുണ്ട്. ഏതായാലും ഈ മഹാറാലിയുമായി എത്തുന്ന കർഷകരെ തൊഴുകൈയോടെ സ്വീകരിക്കുന്ന ദില്ലി ജനത, ആ ദൃശ്യങ്ങളാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. ഒരുപക്ഷെ ഈ മഹാറാലിയെ, മഹാസമരത്തെ ഈ രാജ്യം എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയായി നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിന് മുൻപിൽ നിൽക്കുകയാണ്. തൊഴുകൈയോടെ സ്വീകരിക്കുന്ന ആ ജനത, അധ്വാനിക്കുന്ന ആ ജനങ്ങളുടെ കൈകളിലെ തഴമ്പിന് മുൻപിൽ ഈ പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒന്നുമല്ല എന്ന് തെളിയുകയാണ് രാവിലെ മുതൽ ഈ സമയം വരെയുള്ള നിമിഷങ്ങളിൽ. ഷാജഹാൻപൂരിൽ നിന്ന് അശ്വിൻ കൂടി ചേരുന്നുണ്ട്. അശ്വിൻ, ഷാജഹാൻപൂരിൽ വളരെ സമാധാനപരമായിട്ടാണ് ട്രാക്ടർ റാലി നടക്കുന്നത്. അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. എന്താണ് സ്ഥിതി? യാതൊരുവിധ പ്രകോപനങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നോ അതുപോലെ കർഷകരുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. വളരെ സമാധാനപരമായിട്ടാണ് ഇവിടെ കർഷക സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റതിർത്തികളിൽ സംഭവിക്കുന്നത് പോലെ റൂട്ടിൽ വ്യതിയാനങ്ങളോ ഒന്നും തന്നെ ഇവിടെ സംഭവിക്കുന്നില്ല. നേരത്തെ പറഞ്ഞിട്ടുള്ള റൂട്ടിൽ നിന്ന് 1 ഇഞ്ച് പോലും മാറാതെയുള്ള സമാധാനപരമായിട്ടുള്ള കർഷക സമരമായിരിക്കും ഇവിടെ എന്ന് കർഷക നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഷാജഹാൻപൂരിൽ നിന്ന് ബവേൽ നിന്ന് മനേശ്വർ, പിന്നീട് അവിടെ നിന്ന് തിരിച്ച് ഷാജഹാൻപൂർ, ഇങ്ങനെയാണ് റൂട്ട്. ആ റൂട്ടിൽ നിന്ന് യാതൊരുവിധ മാറ്റങ്ങളും ഉണ്ടാകില്ല എന്ന് കർഷക നേതാക്കൾ മുന്നേ അറിയിച്ചിരുന്നു. അതുപോലെ തന്നെ രാജ്യസഭാ MP KK രാഗേഷ്, അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി വിജു കൃഷ്ണൻ, അഖിലേന്ത്യാ പ്രസിഡന്റ് അശോക് ദാവലെ എന്നിവരൊക്കെ സമരത്തിന് മുൻപന്തിയിൽ തന്നെയുണ്ട്. അതുപോലെ SFI നേതാക്കളായ നിതീഷ് നാരായണൻ, VP സാനു, മയൂഖ് വിശ്വാസ്, അങ്ങനെ എല്ലാ ആൾക്കാരും ഇവിടെ കർഷക സമരത്തിന് നേതൃത്വത്തിൽ തന്നെയുണ്ട്. ശരി, ഷാജഹാൻപൂരിൽ നിന്ന് അശ്വിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരികെ സിംഘുവിൽ വിഷ്ണുവിലേക്ക് തന്നെ പോകേണ്ടി വരുന്നു. വിഷ്ണു, അതായത് ഈ ഒരുപക്ഷെ കേന്ദ്രം പ്രതീക്ഷിച്ചു കാണില്ല കർഷകർ അവരുടെ ഇത്തരത്തിലൊരു മുന്നേറ്റം. ഈ പറയുന്ന കേന്ദ്ര സേനയുടെയൊക്കെ മുൻപിൽ മടങ്ങിപ്പോകുമെന്ന ധാരണ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ തന്നെ വേണം കണക്കാക്കാൻ. കാരണം അവരുടെ പ്രവർത്തനങ്ങളും നടപടികളും ഒക്കെ ആ രീതിയിലായിരുന്നു. പക്ഷേ അവിശ്വസനീയമായ ഐക്യവും മനക്കട്ടിയുമൊക്കെ കർഷകരെ മുന്നോട്ട് നയിക്കുകയായിരുന്നു. ഇത്രയും നേരം ആ മഹാറാലിയുടെ കൂടെ നിന്ന വിഷ്ണുവിന് അവിടെ കാണാൻ കഴിഞ്ഞത്, ആ
ആവേശകരമായ മഹത്തരമായ സമരക്കാഴ്ചകൾ. വിഷ്ണു, अच्छा लाल किले, हाँ वही आउटर आउटर, ये सराय का लिखा होगा. പ്രധാനമന്ത്രിയുടെ കോലമാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അതിൽ കർഷകർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ്. ഈ രാജ്യത്തിൻ്റെ അന്നം നൽകുന്ന, നമുക്ക് അന്നമൂട്ടുന്ന കർഷകർ അവർ തെരുവിൽ നിൽക്കുകയാണ് ജീവിതത്തിനും ജീവനും വേണ്ടിയുള്ള പോരാട്ടത്തിൽ. അവരെ സഹായിക്കേണ്ടതിന് പകരം ഭരണകൂടം നടത്തുന്ന ഭീകരതയ്ക്കെതിരെ, ഈ കരിനിയമങ്ങൾക്കെതിരെ ചെരുപ്പൂരി മർദ്ദിക്കുന്നു പ്രധാനമന്ത്രിയുടെ കോലത്തിൽ. ആ കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. എത്രമാത്രം വെറുക്കപ്പെട്ടിരിക്കുന്നു ഈ ഭരണകൂടം രാജ്യത്തെ കർഷക മനസ്സുകളിൽ എന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ ദില്ലിയിലെ സിംഘുവിൽ നിന്നും തത്സമയം കർഷകരുടെ ഈ മഹാറാലിയിൽ നിന്നും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഇത്രയധികം പ്രകോപനങ്ങൾ അവർക്ക് നേരെ ഉണ്ടായിട്ടും അതിക്രമങ്ങൾ ഉണ്ടായിട്ടും സമാധാനത്തിന്റെ പാതയിൽ ഒരു അണുവിട വ്യതിചലിക്കാതെയാണ് ഈ മഹാറാലിയുമായി, മഹത്തായ സമരമാർഗവുമായി അവർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ലോകത്തിന് തന്നെ മാതൃകയാകേണ്ട ഒരു കാഴ്ച കൂടിയായിട്ട് നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. എത്ര വാതിലുകൾ കൊട്ടിയടച്ചാലും അവസാനം ഭരണകൂടത്തിൻ്റെയൊക്കെ കരിനിയമങ്ങൾ പൊളിച്ചെടുക്കുക തന്നെ ചെയ്യും ഈ കർഷകർ എന്ന സൂചനകളാണ്, അല്ലെങ്കിൽ ആ ഒരു ധൈര്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ആ കാഴ്ചയാണ് ഇന്ന് റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യം 72ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ കർഷകരുടെ റിപ്പബ്ലിക്കായി മാറുകയായിരുന്നു രാജ്യ തലസ്ഥാനം. ലോകത്തിൻ്റെ എല്ലാ കണ്ണുകളും കർഷകരുടെ ഈ മഹാറാലിയിലേക്ക് വരികയായിരുന്നു. അതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. 4 ലക്ഷത്തോളം കർഷകർ ദില്ലിയിലേക്ക് മാർച്ച് നടത്തുകയാണ്. രാജ്യ തലസ്ഥാനത്തിൻ്റെ ഹൃദയങ്ങളിലേക്ക് മാർച്ച് നടത്തുകയാണ് 4 ലക്ഷത്തോളം കർഷകർ. അവർ ഏതെങ്കിലും ഒരു പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവരല്ല. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവരുടെ ജീവിതവും ജീവനും സ്വത്തിനും സംരക്ഷണം തേടി എത്തിയിരിക്കുകയാണ്. ഈ കരിനിയമങ്ങളിൽ നിന്ന് അവർക്ക് മോചനം വേണം. അവരുടെ കൂടെ നിൽക്കുക തന്നെ വേണം നമ്മൾ ഓരോരുത്തരും. കാരണം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് ഈ മനുഷ്യർ ഈ കൊടും തണുപ്പിലും ദില്ലിയിലെ തെരുവുകളിൽ ഈ വലിയ സമരവുമായി മുന്നോട്ട് പോകുന്നത്. ആ കാഴ്ചകൾ നമുക്ക് ഓരോ നിമിഷവും ആവേശമാകുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സിംഘുവിൽ നിന്നും കാണാൻ വേണ്ടി കഴിയുന്നത്. അക്ഷരാർത്ഥത്തിൽ ദില്ലി ഇളകി മറിയുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾ നേരത്തെ സിംഘുവിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കണ്ടു. ഇപ്പോഴും കാണാൻ വേണ്ടി കഴിയുന്നു സിംഘുവിലെ ആ പ്രദേശത്തെ ഒരു മേൽപ്പാലമൊക്കെ കർഷക ട്രാക്ടറുകളാലും കർഷകരുടെ പദയാത്രയാലും നിറഞ്ഞു നിൽക്കുന്നു. ഇതിനപ്പുറത്തേക്ക് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് കർഷകർ നഗരത്തിലേക്ക് പ്രവേശിക്കുന്നു, ദില്ലിയിലേക്ക്, രാജ്യ തലസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പക്ഷേ കേന്ദ്ര സർക്കാർ ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല കർഷകരുടെ ഇത്തരത്തിലൊരു മുന്നേറ്റമെന്ന് പറയുന്നത്. ഒരു പ്രകോപനം പോലും ഉണ്ടാക്കാതെയാണ് ഈ വലിയ മുന്നേറ്റം കർഷകർ സാധ്യമാക്കിയത് എന്നുകൂടി ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയേണ്ടി വരും. കർഷകരുടെ ഐക്യവും നിശ്ചയദാർഢ്യവും തന്നെയാണ് ഈ വലിയ മുന്നേറ്റത്തിന് അവർക്ക് സഹായകരമായതെന്നും പറയേണ്ടി വരും. ആ കാഴ്ചകൾ ദില്ലിയിൽ നിന്ന് രാവിലെ മുതൽ നമ്മൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വിഷ്ണു, കേൾക്കാമോ? തീർച്ചയായിട്ടും മനു. വിഷ്ണു, 61 ദിവസങ്ങളായിരിക്കുന്നു. ഈ 61 ദിവസവും ഈ കർഷക സമരത്തിന്റെ ഓരോ സ്പന്ദനവും ഒപ്പിയെടുത്ത് വിഷ്ണുവും അവർക്കൊപ്പമുണ്ട്. ഇന്ന് റിപ്പബ്ലിക് ദിനത്തിൽ ഈ വലിയ മുന്നേറ്റത്തിന്റെ ഓരോ നിമിഷവും വിഷ്ണു പ്രേക്ഷകരിലേക്ക് എങ്ങനെയായിരുന്നു വിഷ്ണുവിന് അനുഭവപ്പെട്ടത്? എന്തൊക്കെ കാഴ്ചകളായിരുന്നു കാണാൻ കഴിഞ്ഞത്? മനു, ഇന്ന് രാവിലെ 8 മണിയോടെ തന്നെയാണ് കർഷകർ അവരുടെ ട്രാക്ടർ റാലി ആരംഭിച്ചത്. പോലീസ് ഒരു നിർദ്ദേശം നൽകിയിരുന്നത് 12 മണിയോട് കൂടി മാത്രമേ റാലി ആരംഭിക്കാവൂ. കാരണം ഇന്ന് റിപ്പബ്ലിക് ദിനമാണ്, റിപ്പബ്ലിക് ഡേ പരേഡ് നടക്കുന്നുണ്ട്. റിപ്പബ്ലിക് ഡേ പരേഡിന് ശേഷം മാത്രമേ റാലി ആരംഭിക്കാവൂ എന്നൊരു നിർദ്ദേശം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ പോലീസിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ ഇത്തരം നിർദ്ദേശങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയാണ് കർഷകർ രാവിലെ 8 മണിയോട് കൂടി തന്നെ അവരുടെ റാലി ആരംഭിക്കുകയും ചെയ്തത്. പക്ഷേ 8 മണിക്ക് റാലി ആരംഭിച്ചപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഏതു വിധേനയും റാലി തടയുക എന്നൊരു ഉദ്ദേശം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. രാവിലെ റിപ്പബ്ലിക് ദിന പരേഡിന് മുന്നോടിയായിട്ട് റാലി ഇത്തരത്തിൽ ദില്ലിയിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നൊരു തീരുമാനം പോലീസിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ അത്തരം തീരുമാനങ്ങൾ അല്ലെങ്കിൽ
പോലീസ് അത്തരം തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് കർഷകർ ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത്. ഈ കർഷകർ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പല വഴികളിലും കർഷകർ ഈ ട്രാക്ടർ റാലിയെ സ്വീകരിക്കുന്നത് പലരും പുഷ്പങ്ങൾ എറിഞ്ഞുകൊണ്ട് ട്രാക്ടർ റാലിയെ സ്വീകരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് ഇവിടെ തന്നെ നമുക്ക് കാണാം. ഈ ഓരോ ട്രാക്ടറുകൾ പോകുമ്പോഴും കർഷകർ ട്രാക്ടർക്ക് മുകളിലേക്ക് പുഷ്പങ്ങൾ എറിയുന്നുണ്ട്. അത്തരത്തിൽ വളരെ വലിയ ഒരു സ്വീകാര്യത തന്നെ കർഷകരുടെ റാലികൾക്ക് ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പോലും വലിയ ക്യാമ്പയിനുകൾ നടന്നിരുന്നു. ഈ കർഷകരുടെ റാലി പോകുമ്പോൾ എല്ലാവരും കർഷകർക്ക് ഐക്യദാർഢ്യവുമായി വരണമെന്ന ഒരു ആവശ്യം ഒരു ക്യാമ്പയിൻ ഒക്കെ നടന്നിരുന്നു. പക്ഷേ ആ ക്യാമ്പയിനുകൾക്കും അപ്പുറം ദില്ലിയിലെ ജനങ്ങൾ ഈ കർഷകരെയൊക്കെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. ഈ കർഷകർ റാലിയുമായി ട്രാക്ടറുമായി കടന്നു പോകുന്ന വഴികളിലെല്ലാം തന്നെ ദില്ലിയിലെ ജനങ്ങൾ ഇറങ്ങി നിൽക്കുകയും കർഷകരെ തൊഴുകൈയോടെയാണ് ഓരോ കർഷകരെയും ഈ റാലിയെ ഇവർ വരവേൽക്കുകയും ചെയ്തത്. ഈ ഇത്തരത്തിൽ നമുക്ക് അന്നം തരുന്നവരെ ഇവരുടെ സമരത്തെ തൊഴുതുകൊണ്ട് ദില്ലിയിലെ ജനങ്ങൾ സ്വീകരിക്കുന്നു. അതിനു പുറമെയാണ് ഇത്തരത്തിൽ പുഷ്പങ്ങൾ എറിഞ്ഞുകൊണ്ടും കർഷകരെ സ്വീകരിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് ഈ കർഷക സമരത്തിൻ്റെ വിജയം എന്ന് നമുക്ക് പറയാൻ കഴിയുക. പക്ഷേ ഇന്ന് രാവിലെ ചില അനിഷ്ട സംഭവങ്ങൾ എന്ന് പറയുന്നത് പോലീസിൻ്റെ ഭാഗത്തുനിന്നും കർഷക റാലിക്ക് നേരെ ടിയർ ഗ്യാസ് ഉപയോഗിക്കുന്നതും അതോടൊപ്പം തന്നെ ഗ്രനേഡുകൾ ഉപയോഗിക്കുന്ന ഒരു സംഭവം അരങ്ങേറിയിരുന്നു. അത് 3 അതിർത്തികളിലും 3 അതിർത്തി എന്ന് പറയുമ്പോൾ റാലി ആരംഭിച്ച സിംഗു, ടിക്രി, ഗാസിപ്പൂർ ഈ 3